ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ആ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ പറയാണ്, ഞാൻ കേൾക്കുകയായിരുന്നു, അല്ലേ? ഞാൻ കേൾക്കുകയായിരുന്നു, എന്തോ ഒരു കാര്യം കേൾക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഐ വാസ്, കേൾക്കുക ലിസൺ എന്നാണല്ലോ. അപ്പം ലിസണിങ്, അല്ലേ? കേൾക്കുക, നമ്മൾ വാസ് വരുമ്പം ലിസണിങ് എന്നാവും. അപ്പം ഐ വാസ് ലിസണിങ്. ഇനി എന്താണ് നമ്മൾ കേൾക്കുന്നത് എന്ന് പറയണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലിസണിന്റെ കൂടെ എപ്പോഴും നമ്മൾ ടു ആഡ് ചെയ്യാറുണ്ട്. ലിസൺ ടു എന്ന് തന്നെ പറയണം. ലിസൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണോ എന്നുള്ള ആ ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു പാട്ട് കേൾക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ലിസണിങ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റാണ് വരിക. അവിടെ നമ്മൾ എന്ത് പറയണം? ഐ വാസ് ലിസണിങ് ടു എ സോങ്, ഞാനൊരു പാട്ട് കേൾക്കുകയായിരുന്നു. ഇനി അതൊരു പൂർണ്ണമായൊരു സെന്റൻസ് ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം? എപ്പോൾ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, നീ വിളിച്ചപ്പോൾ ഞാനൊരു പാട്ട് കേൾക്കുകയായിരുന്നു, അല്ലേ? നമ്മളിപ്പോൾ ഫോണിൽ ഇങ്ങനെ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് വിളിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, നീ വിളിച്ചപ്പോൾ ഞാനൊരു പാട്ട് കേൾക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ആ സെന്റൻസ് എങ്ങനെ പറയാ? ഐ വാസ് ലിസണിങ് ടു എ സോങ് ആണ്. എ സോങ് മാത്രമല്ല, ഐ വാസ് ലിസണിങ് ടു എ സോങ് വെൻ യു കോൾഡ്, അല്ലേ? വെൻ യു കോൾഡ്, നീ വിളിച്ചപ്പോൾ ഞാൻ ഒരു പാട്ട് കേൾക്കുകയായിരുന്നു. ഓക്കെ, സിമ്പിളായി ക്രിയേറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ സെന്റൻസ് പറയാണ്, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണാണ് നമ്മുടെ ഫോണിൽ. ആ സമയത്ത് നമ്മൾ ഫ്രണ്ട് പോവാൻ നിൽക്കുക. അപ്പൊ നമ്മൾ പറയാറുണ്ട്, നീ ഇപ്പോൾ പോകരുത്, എനിക്ക് വീഡിയോ കാണണം, അല്ലെ? ഇതിന്റെ ഒരു ആഗ്രഹം, ആവശ്യം എന്നുള്ളതൊക്കെയാണ്. അപ്പോ നീ ഇപ്പോൾ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. ഡോണ്ടിന്റെ കൂടെ എപ്പോഴും നമ്മൾ V1 ഫോം ആണ് യൂസ് ചെയ്യുക. നീ ഇപ്പോൾ പോകരുത് എന്ന് പറയുന്നത് കൊണ്ട് ഡോണ്ട് ഗോ നൗ, അല്ലെ? ഡോണ്ട് ഗോ നൗ, നീ ഇപ്പോൾ പോകരുത്, എനിക്ക് ഈ വീഡിയോ കാണണം എന്നുള്ളതാണ്. ഐ വാണ്ട് ടു വാച്ച് ദിസ് വീഡിയോ, അല്ലേ? അത് നമ്മുടെ ഒരു ആവശ്യമാണ്, ആഗ്രഹമാണ്. സോ നമുക്ക് അവിടെ വോണ്ട് ടു യൂസ് ചെയ്ത് പറയാം, ഡോണ്ട് ഗോ നൗ, ഐ വാണ്ട് ടു വാച്ച് ദിസ് വീഡിയോ, നീ ഇപ്പോൾ പോകരുത്, എനിക്ക് ഈ വീഡിയോ കാണണം. ഓക്കെ, നമ്മളൊക്കെ ബസ് ഇങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് ഫോൺ കോൾ വല്ലാണ്ട് വരികയാണ്. ബസ്സിൽ കയറുന്ന സമയത്ത് ആർക്കെങ്കിലും ഫോൺ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഞാൻ ബസ് കയറുകയാണ്, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഞാൻ ബസ് കയറുകയാണ്, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ എങ്ങനെ പറയണം? ഐ എം ഗെറ്റിംഗ് ഓൺ ദ ബസ്, അല്ലേ? ഗെറ്റിംഗ് ഓൺ, കയറുകയാണ്. അപ്പോ ഐ എം ഗെറ്റിംഗ് ഓൺ ദ ബസ്, സോ ഐ കാണ്ട് ആൻസർ ദ ഫോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ കാണ്ട് പിക്കപ്പ് ദ ഫോൺ എന്ന് പറയാം കേട്ടോ. എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല, ഐ കാണ്ട്. ഐ എം ഗെറ്റിംഗ് ഓൺ ദ ബസ്, ഐ കാണ്ട് ആൻസർ ദ ഫോൺ, അല്ലെങ്കിൽ ഐ കാണ്ട് പിക്കപ്പ് ദ ഫോൺ. ഞാൻ ബസ് കയറുകയാണ്, എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ബസ്സിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെ? ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിൽ, വളരെ ക്രൗഡ് ആയ ഒരു ബസ്സാണ്, ബസ്സിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സോ നമുക്ക് അവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഐ എം സ്റ്റാൻഡിങ് ഓൺ ദ ബസ്, അല്ലെ? നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു അവസ്ഥയാണ്. സോ സ്റ്റാൻഡിങ് ആണ് പറയേണ്ടത്. ഐ എം സ്റ്റാൻഡിങ് ഓൺ ദ ബസ്, സോ ഐ കാണ്ട് ഗെറ്റ് എ ടിക്കറ്റ് റൈറ്റ് നൗ. ഈ നിമിഷത്തിൽ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണ്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയായതുകൊണ്ട് റൈറ്റ് നൗ എന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പറയാം, ഐ എം സ്റ്റാൻഡിങ് ഓൺ ദ ബസ്, ഐ കാണ്ട്, അല്ലേ? ഐ കാണ്ട് ഗെറ്റ് എ ടിക്കറ്റ് റൈറ്റ് നൗ. ബസ്സിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസിലെ. അപ്പം ഞാൻ കുളിക്കുകയായിരുന്നു, എങ്ങനെ പറയാ? ഐ വാസ് ടേക്കിംഗ് എ ബാത്ത്, ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. ഒരു സെന്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാട്ടോ,
ഐ വാസ് ടേക്കിംഗ് എ ഷവർ എന്നും കൂടി പറയാം. ബാത്ത് എന്നുള്ളത് ഷവർ എന്നും നമുക്ക് യൂസ് ചെയ്യാം. ഐ വാസ് ടേക്കിംഗ് എ ഷവർ വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ പറയാം, നീ വിളിച്ചപ്പോൾ ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നു എന്ന് പറയാം. ഐ വാസ് കുക്കിംഗ് വെൻ യു കോൾഡ്. നീ വന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്ന് പറയാം. നീ വന്നപ്പോൾ എന്നാണ്, അപ്പം അതിന്റെ പാസ്റ്റ് ആണ്, കമ്മിന്റെ പാസ്റ്റ് കെയിം ആണ്. യു സ്റ്റഡിയിങ് വെൻ യു കെയിം. നീ വന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അല്ലേ, കഴിഞ്ഞില്ല കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെ പറയാ? ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, ഐ വാസ് ഡ്രൈവിങ്. അല്ലേ, ഐ വാസ് ഡ്രൈവിങ്, സോ ഐ കുഡിന്റ് ആൻസർ ദ ഫോൺ. ഇവിടെ കുഡിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, കാരണം കഴിഞ്ഞില്ല എന്നുള്ള പാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഐ വാസ് ഡ്രൈവിങ്, സോ ഐ കുഡിന്റ് ആൻസർ ദ ഫോൺ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്, അതുകൊണ്ട് പിന്നീട് വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്, ഐ എം ഈറ്റിംഗ് നൗ, സോ ഐ വിൽ കോൾ യു ലേറ്റർ. അല്ലേ, ഐ എം ഈറ്റിംഗ് നൗ, സോ ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്, പിന്നീട് വിളിക്കാം. നീ ഇപ്പോൾ പോകരുത്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. നീ ഇപ്പോൾ പോകരുത്, ഡോണ്ട് ഗോ നൗ. അല്ലെ, നീ ഇപ്പോൾ പോകരുത്, ഡോണ്ട് ഗോ നൗ. എനിക്ക് നിന്നോട് സംസാരിക്കണം. അത്യാവശ്യം ആയതുകൊണ്ടാണ് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് നീഡ് ടു യൂസ് ചെയ്ത് പറയാം. ഐ നീഡ് ടു ടോക്ക് ടു യു. ഐ നീഡ് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കണം. അവിടെ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ അത്യാവശ്യമായിട്ടല്ലേ നമ്മൾ പോകരുത് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നീഡ് ടു യൂസ് ചെയ്യാം. ഡോണ്ട് ഗോ നൗ, ഐ നീഡ് ടു ടോക്ക് ടു യു. നീ ഇപ്പോൾ പോകരുത്, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒരു മിനിറ്റ് കാത്തിരിക്കൂ, ഞാൻ വരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഒരു മിനിറ്റ് കാത്തിരിക്കൂ, വെയിറ്റ് എ മിനിറ്റ്, ഐ എം കമ്മിങ്. ഒരു മിനിറ്റ് കാത്തിരിക്കൂ, ഞാൻ വരുന്നു. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം എന്നിങ്ങനെ പറയാൻ. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം. അല്ലേ, അല്പസമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ എന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഞാൻ ഇപ്പോൾ ബസ്സിലാണ്. അല്ലെ, ഞാൻ ഇപ്പോൾ ബസ്സിലാണ്. ഐ എം ഓൺ ദ ബസ് റൈറ്റ് നൗ. ഐ എം ഓൺ ദ ബസ് റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ ബസ്സിലാണ് പറയാറുണ്ടല്ലോ. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എങ്ങനെ പറയാ? എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഐ കാൺ ടോക്ക് റൈറ്റ് നൗ. ഐ കാൺ ടോക്ക് റൈറ്റ് നൗ. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഇനി ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയാറുണ്ട് അല്ലെ. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒരു കൃത്യ പ്ലേസ് പറഞ്ഞത് കൊണ്ട് തന്നെ ഐ എം അറ്റ് ദ ഹോസ്പിറ്റൽ റൈറ്റ് നൗ. ഐ എം അറ്റ് ദ ഹോസ്പിറ്റൽ റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അറിയാം? വാച്ചിങ് എ വീഡിയോ. ഐ എം വാച്ചിങ് എ വീഡിയോ. ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണുകയാണ്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ് നൗ. ഐ എം വർക്കിംഗ് നൗ. ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമുക്ക് അർജന്റായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ദയവായി ഫോൺ കട്ട് ചെയ്യല്ലേ, അല്ലെങ്കിൽ ദയവായി ഫോൺ കട്ട് ചെയ്യരുത്. എങ്ങനെ പറയാ? പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. ദയവായി ഫോൺ കട്ട് ചെയ്യരുത്. നെക്സ്റ്റ്, ഞാൻ അവളെ കുറേ വിളിച്ചു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. അല്ലേ, ഞാൻ അവളെ കുറേ വിളിച്ചു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഐ കോൾഡ് ഹെർ മെനി ടൈംസ് ബട്ട് ഷീ ഡിഡ്ന്റ് ആൻസർ ദ ഫോൺ. I called her many times, but she didn't answer the phone. ഞാൻ അവളെ കുറേ വിളിച്ചു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഞാൻ കുറേ ദൂരം നടന്നു, പക്ഷേ ഒരൊറ്റ ഹോട്ടലും കണ്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. I walked a long way. ഞാൻ കുറേ ദൂരം നടന്നു, but I didn't see a hotel. ഞാനൊരു ഹോട്ടൽ കണ്ടില്ല എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, ഞാൻ കുറേ ദൂരം നടന്ന് ഞാൻ ഒരൊറ്റ ഹോട്ടലും കണ്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം? ഐ walked a long way, but I didn't see a single hotel. സിംഗിൾ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരൊറ്റ ഹോട്ടലും കണ്ടില്ല എന്നുള്ള ഒരു തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എ ഹോട്ടൽ എന്ന് പറഞ്ഞാലും തെറ്റല്ല. അവൾ എന്നെ കണ്ടു, പക്ഷെ സംസാരിച്ചില്ല. അവൾ എന്നെ കണ്ടു, പക്ഷെ സംസാരിച്ചില്ല. ഷീ സോ മീ. അവൾ എന്നെ കണ്ടു, but she didn't talk to me.
പക്ഷെ അവൾ എന്നോട് സംസാരിച്ചില്ല. ബട്ട് ഷീ ഡിഡിന്റ് ടോക്ക് ടു മീ. പക്ഷെ അവൾ എന്നോട് സംസാരിച്ചില്ല. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. ഞാൻ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് സിമ്പിൾ ആയിട്ടൊന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഞാൻ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും മറക്കാതെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.